വിഷ്ണു, ഇതിൽ വളരെ പ്രധാനപ്പെട്ട മറ്റൊരു കാര്യം, ഈ കേസ് കോടതിയുടെ പരിഗണനയിൽ ഇരിക്കെയും പ്രതികൾ ബംഗളൂരുവിൽ വെച്ച് കൂടിക്കാഴ്ച നടത്തിയിട്ടുണ്ട്, തെളിവുകൾ നശിപ്പിക്കാൻ ശ്രമിച്ചു എന്നുള്ളതാണ്. ഇതുൾപ്പെടെയുള്ള വിശദാംശങ്ങൾ ഇപ്പോൾ SITയുടെ പക്കലുണ്ട് അല്ലേ? അനുജ, അത് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. കാരണം ഈ കേസിൽ ബാക്കിയുള്ള ആളുകളൊക്കെ കേസ് രജിസ്റ്റർ ചെയ്ത് അല്ലെങ്കിൽ ഇത് ഹൈക്കോടതിയിലേക്ക് വന്ന് ഏറെ നാൾക്ക് ശേഷമാണ് ഉണ്ണികൃഷ്ണൻ പോറ്റിയും അതോടൊപ്പം പങ്കജ് ഭണ്ഡാരിയും ഗോവർദ്ധനും ഒക്കെ ചിത്രത്തിലേക്ക് വരുന്നത്. പക്ഷേ പിടിക്കപ്പെടുമെന്ന് അല്ലെങ്കിൽ ഈ കള്ളികളെല്ലാം പുറത്തു വരുമെന്ന ഒരു ബോധം അവർക്കുണ്ടായിരുന്നു. ആ പശ്ചാത്തലത്തിലാണ് പ്രതികൾ ബാംഗ്ലൂരിൽ ഗൂഢാലോചന നടത്തി, കൂടിക്കാഴ്ച നടത്തി ഈ തെളിവുകൾ നശിപ്പിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു ശ്രമം നടത്തിയത് എന്നാണ് SITയുടെ കണ്ടെത്തൽ. പക്ഷേ ആ തെളിവ് നശിപ്പിക്കാൻ ശ്രമിച്ചതിന്റെ CDR പരിശോധനയിൽ, CDR സ്വാഭാവികമായും ദൃശ്യങ്ങളായിരിക്കാനുള്ള സാധ്യതയുണ്ട്, ആ പരിശോധനയിൽ ഫോൺ റെക്കോർഡുകൾ തുടങ്ങിയ വസ്തുക്കളൊക്കെ പരിശോധിച്ചിട്ടുണ്ട്. അതിൽ നിന്നാണ് ഇവർ ഈ തെളിവുകൾ നശിപ്പിക്കാനുള്ള ശ്രമം നടത്തി എന്നൊരു അനുമാനത്തിലേക്ക് SIT എത്തിയിട്ടുള്ളത്. അത് കോടതിയിൽ ഒരു പ്രധാനപ്പെട്ട തെളിവായി എത്തുകയും ചെയ്യും. സംഘടിത കുറ്റകൃത്യമാണ് നടന്നിട്ടുള്ളത് എന്ന കാര്യം SIT അടിവരയിട്ട് പറയുകയാണ്. അതിനെല്ലാം കൃത്യമായ ഗൂഢാലോചന, ഇവർ മൂന്നുപേരും ചേർന്ന് വളരെ പ്രീപ്ലാൻഡായി നടത്തിയ ഒരു ഓപ്പറേഷനാണ്. വലിയൊരു സ്വർണ്ണ കവർച്ച, നമ്മൾ ഈ കണ്ട അല്ലെങ്കിൽ നമുക്ക് മുൻപിലുള്ള പുറത്തേക്ക് വന്ന വിവരങ്ങൾ മാത്രമല്ല, അതിനപ്പുറത്തേക്ക് ശബരിമലയെ ഒന്നായി കൊള്ളയടിക്കാനുള്ള ഒരു ശ്രമം ഇവരുടെ ഭാഗത്ത് ഉണ്ടായി എന്നുള്ളതാണ് SITയുടെ കണ്ടെത്തൽ. അതിന്റെ ശ്രമമാണ് ഇപ്പോൾ പാതി വഴിയിൽ ഈ കേസ് വന്നതോടുകൂടി ഇവർ ഉപേക്ഷിക്കപ്പെട്ടതെന്നാണ് മനസ്സിലാക്കുന്നത്. ഒരുപക്ഷെ ഈ വിവരം ഇനിയും പുറത്തു വന്നില്ലായിരുന്നെങ്കിൽ ഇനിയും ഇതിൽ കൊള്ള നടന്നാനെ. ആ ഘട്ടത്തിലാണ് 2025 ഈ ദ്വാരപാലക ശില്പം സ്വർണം പൂശുന്നതിന് വേണ്ടി ഇപ്പോൾ ഇയാൾക്ക് തന്നെ, ഉണ്ണികൃഷ്ണൻ പോറ്റിക്ക് തന്നെ കൊടുത്തുവിട്ടതുമായി ബന്ധപ്പെട്ടുള്ള സംശയങ്ങൾ ഉയരുകയും 4ാം ഘട്ടത്തിൽ, ഇത് 4 ഘട്ടമായ അന്വേഷണത്തിൽ തിരിച്ചിട്ടുണ്ട്, 4ാം ഘട്ടത്തിൽ 2025 കൊടുത്തുവിട്ടതിന്റെ സാമ്പത്തിക ഇടപാടുകൾ പരിശോധിക്കണമെന്ന നിഗമനത്തിലേക്ക് SIT എത്തുകയും ചെയ്തത്. അതായത് വിശദമായ അന്വേഷണത്തിലേക്ക് കടക്കുകയാണ് SIT. അതിന്റെ അവസാന ഘട്ടത്തിലേക്ക് എത്തുമ്പോൾ എല്ലാ മേഖലകളും കേന്ദ്രീകരിച്ച് പരിശോധന നടക്കുന്നു. 2025 കേന്ദ്രീകരിച്ചും പരിശോധന നടക്കുന്നു. അത്രയും വലിയൊരു കവർച്ച ഇവർ ഓപ്പറേറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു, പ്ലാൻ ചെയ്തിട്ടുണ്ടായിരുന്നാണ് മനസ്സിലാകുന്നത്. അതുകൊണ്ടാണ് 2025 കൂടി പരിശോധിക്കാം, ഏതെങ്കിലും തരത്തിലുള്ള കൃത്രിമത്വമോ അല്ലെങ്കിൽ സാമ്പത്തിക തട്ടിപ്പോ ഈ ഇടപാടിൽ നടന്നിട്ടുണ്ടോ എന്ന് പരിശോധനയിലേക്ക് എത്തുന്നത്. ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഈ സത്യവാങ്മൂലത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട 3 പോയിന്റുകൾ, അത് സമഗ്രമായി പറഞ്ഞാൽ ഇങ്ങനെയാണ്. ഒന്ന്, ഗോവർദ്ധനും പങ്കജ് ഭണ്ഡാരിയും ഉണ്ണികൃഷ്ണൻ പോറ്റിയും ചേർന്ന് നടത്തിയ ഗൂഢാലോചന. അതോടൊപ്പം തന്നെ കേവലം ശബരിമലയിലെ ദ്വാരപാലക സ്വർണ്ണപ്പാളിയും കട്ടിലപ്പാളിയും മാത്രമല്ല, അതിനപ്പുറത്തേക്ക് ശബരിമലയിലെ മറ്റ് വിലപിടിപ്പുള്ള വസ്തുക്കൾ കൂടി കൊള്ളയടിക്കാൻ വേണ്ടി ഈ സംഘം ലക്ഷ്യമിട്ടിരുന്നു. കോടതിയിൽ ഈ കേസ് പരിഗണിക്കുന്ന ഘട്ടത്തിൽ പോലും ബംഗളൂരുവിൽ ഇവർ കൂടിക്കാഴ്ച നടത്തി ഈ തെളിവുകൾ നശിപ്പിക്കാൻ, തങ്ങളിലേക്ക് അന്വേഷണം എത്താതിരിക്കാനുള്ള ശ്രമം നടത്തി. ഈ 3 കാര്യങ്ങളാണ് നിലവിൽ SIT ഈ പറയുന്ന അവരുടെ മറുപടി സത്യവാങ്മൂലത്തിൽ, ഗോവർദ്ധന്റെ ജാമ്യാപേക്ഷ എതിർത്തുകൊണ്ടുള്ള മറുപടി സത്യവാങ്മൂലത്തിൽ പറഞ്ഞിരിക്കുന്നത്. ഇതിൽ ഗോവർദ്ധന്റെ ഒരു വാദം, അയാളൊരു സ്വർണ്ണ വ്യാപാരിയാണ്, പലയിടത്തു നിന്നുമൊക്കെയുള്ള സ്വർണം വാങ്ങാറുണ്ട്. ഇത് പക്ഷെ ശബരിമലയിലേതാണ് എന്ന് പിന്നീട് അറിഞ്ഞപ്പോൾ അതിന് പ്രായശ്ചിത്തമായി താൻ സ്വർണവും പണവും നൽകി എന്നുള്ളതാണ്. അത് പൂർണ്ണമായും തെറ്റാണ്, പച്ചക്കള്ളമാണ് എന്ന് SITക്ക് ബോധ്യപ്പെട്ടിട്ടുണ്ട്. അതിന്റെ തെളിവുകൾ ഉൾപ്പെടെ കോടതിയിൽ സമർപ്പിച്ചോ വിഷ്ണു? SIT ആ വാദം പൂർണ്ണമായും തള്ളിക്കളയുകയാണ്. അത്തരത്തിലല്ല കാര്യങ്ങൾ. കാരണം ഈ പണം, ഇതിന്റെ കസ്റ്റോഡിയൻ, സാധാരണഗതിയിൽ ഈ സ്വർണത്തിന്റെ എല്ലാം കസ്റ്റോഡിയൻ അത് ട്രാവൻകൂർ ദേവസ്വം ബോർഡാണ്. പക്ഷേ ട്രാവൻകൂർ ദേവസ്വം ബോർഡിലേക്ക് പൈസ എത്തിയിട്ടില്ല. എക്സിക്യൂട്ടീവ് ഓഫീസറുടെ അക്കൗണ്ടിലേക്കും അതോടൊപ്പം തന്നെ ഉണ്ണികൃഷ്ണൻ പോറ്റിക്കുമാണ് ഈ പൈസ എത്തിയിരിക്കുന്നത് എന്നാണ് SITയുടെ കണ്ടെത്തൽ. സ്വാഭാവികമായി അപ്പോൾ ഗോവർദ്ധൻ പറഞ്ഞിട്ടുള്ള കാര്യങ്ങളൊക്കെ തെറ്റാണ് എന്ന് SIT കണ്ടെത്തിയിട്ടുണ്ട്. ആ പശ്ചാത്തലത്തിലാണ് ഇത്തരത്തിലൊരു വിവരം ഹൈക്കോടതിയെ ഹൈക്കോടതിയെ സിംഗിൾ ബെഞ്ചിനെ അറിയിച്ചിട്ടുള്ളത്. ആ പശ്ചാത്തലത്തിൽ ഗോവർദ്ധൻ പറഞ്ഞിട്ടുള്ള കാര്യങ്ങൾ ശരിയല്ല. താനൊരു സ്വർണ്ണ വ്യാപാരിയാണ്, അവിടെ നിന്ന് ലഭിച്ച സ്വർണത്തിന് തിരിച്ച് താൻ പൈസയായും അതോടൊപ്പം തന്നെ സ്വർണമായി തന്നെ നൽകിയിട്ടുണ്ട്, ശബരിമലയിലേക്ക് സ്വർണമായി തന്നെ നൽകിയിട്ടുണ്ട് എന്നാണ് പറഞ്ഞത്. പക്ഷെ അങ്ങനെയല്ല എന്നാണ് കസ്റ്റോഡിയനായ ട്രാവൻകൂർ ദേവസ്വം ബോർഡിന് ഇയാളുടെ പക്കൽ നിന്ന് പൈസ ലഭിച്ചിട്ടില്ല എന്നാണ് SITയുടെ ഒരു കണ്ടെത്തൽ. അത് കൂടി പരിഗണിച്ച് ഗോവർദ്ധൻ ഫോൾസ് അലിഗേഷൻസ് ഉന്നയിക്കുന്നുണ്ട്. ആ പശ്ചാത്തലത്തിൽ അതുകൂടി പരിഗണിച്ച് ഗോവർദ്ധന്റെ ജാമ്യ ഹർജി തള്ളണം, അല്ലെങ്കിൽ ജാമ്യം നൽകരുത് എന്ന നിലപാടാണ് SIT ഇപ്പോൾ ഹൈക്കോടതിയിൽ സ്വീകരിച്ചിട്ടുള്ളത്. ഇന്ന് ജാമ്യ ഹർജി പരിഗണിക്കാൻ വെച്ചിരുന്നെങ്കിൽ അത് 2 ദിവസം കഴിഞ്ഞ് പരിഗണിക്കാൻ വേണ്ടി മാറ്റിയിട്ടുണ്ട്. SIT അന്വേഷണത്തിന്റെ നിർണായക ഘട്ടത്തിലേക്ക് കടക്കുന്നു എന്നുള്ള സൂചന കൂടിയാണ് സത്യവാങ്മൂലത്തിൽ ഇപ്പോൾ നൽകിയിട്ടുള്ളത്. ഗൂഢാലോചന കേന്ദ്രീകരിച്ചുള്ള അന്വേഷണത്തിലേക്ക് SIT കടന്നിട്ടുണ്ട്. അതായത് ഇപ്പോൾ ഇതിൽ മുഖ്യ സൂത്രധാരർ എന്ന് പറയുന്നത് ഈ 3 പേർ, ഉണ്ണികൃഷ്ണൻ പോറ്റി, പങ്കജ് ഭണ്ഡാരി, ഗോവർദ്ധൻ.
ഇവർ ശബരിമലയുമായി ബന്ധമുള്ള ആളുകളല്ല. അതിൽ ഉണ്ണികൃഷ്ണൻ പോറ്റി മാത്രമാണ് സഹായിയായി എത്തി അവിടെ ജോലി ചെയ്തിട്ടുള്ളത്. മറ്റു രണ്ടുപേരും പുറത്തു നിന്നുള്ളവരാണ്. ഇനി അകത്തുണ്ടായിരുന്ന ഉദ്യോഗസ്ഥർക്ക് ഇതിൽ ആർക്കൊക്കെ ഏത് തരത്തിൽ ബന്ധമുണ്ടോ എന്നതിലേക്കൊക്കെയുള്ള കൃത്യമായ അന്വേഷണമാണ് നടക്കാനുള്ളത്. സമയം നീട്ടി നൽകിയിട്ടുണ്ട്. അപ്പോൾ ഈ കാര്യങ്ങളിലൊക്കെ വിശദമായി തന്നെ SIT കടക്കുകയാണ്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.